ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തതോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് അവസാനം കണ്ടു തുടങ്ങി. ഹിറ്റ്ലറിൻ്റെ പടയോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രൗഢിയും ഗാംഭീര്യവും തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു യൂറോപ്പിലെ ഓരോ രാജ്യവും. ഫ്രാൻസിൻ്റെ കാര്യവും വ്യത്യസ്തമല്ലായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള നഗരമായ പാരീസിനെ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്ന കാലം. പാരീസ് നഗരത്തിൻ്റെ വീതിയിലൂടെ രാത്രിയുടെ ഏകാന്തതയിൽ ജൊനാഥൻ നടക്കുകയായിരുന്നു. ഒന്നോ രണ്ടോ യാത്രക്കാരൊഴിച്ചാൽ തെരുവ് വിജനമാണ്. അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കാത്തിരിക്കുന്ന ഭാര്യയ്ക്കൊപ്പം സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങൾ പങ്കിടണമെന്ന ചിന്തയിലാണ് അയാൾ. അന്ന് അവരുടെ വിവാഹ വാർഷികം കൂടിയായിരുന്നു. അതേസമയം ജൊനാഥൻ്റെ വീട്ടിൽ അയാളുടെ ഭാര്യ ഡേസി വിഭവസമൃദ്ധമായ അത്താഴമൊരുക്കി അയാളെ കാത്തിരിക്കുകയായിരുന്നു. തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ കേക്ക് അവൾ ഒരിക്കൽ കൂടി അലങ്കരിച്ചു. ഭാര്യയോടൊപ്പം ഇരുന്ന് ഡിന്നർ കഴിക്കുന്നതും അതിനുശേഷം തൻ്റെ ഇഷ്ടപ്പെട്ട ഗാനത്തിനോടൊത്ത് അവളുടെ ഒപ്പം നൃത്തം ചെയ്യുന്നതും മനസ്സിലോർത്തുകൊണ്ട് ജൊനാഥൻ ആ തെരുവിലൂടെ നടന്നു. പെട്ടെന്ന് അയാളുടെ മുന്നിലേക്ക് ഒരു കവർ വന്നു വീണു. ആ കവറിൻ്റെ പുറത്ത് ഒന്നും എഴുതിയിരുന്നില്ല. തുറന്നു നോക്കിയപ്പോൾ അതൊരു ഗ്രാമഫോൺ റെക്കോർഡായിരുന്നു. അയാൾ ചുറ്റും നോക്കി, പക്ഷേ അവിടെയെങ്ങും ആരെയും കണ്ടില്ല. അയാൾക്ക് ആ കവർ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ തോന്നിയില്ല. അതുകൊണ്ട് അത് കയ്യിലെടുത്തുകൊണ്ട് അയാൾ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ അയാളെ ഭാര്യ ഒരു ചെറു പുഞ്ചിരിയോടെ വരവേറ്റു. ഒരു മെഴുകുതിരി വെളിച്ചത്തിലിരുന്ന് അവർ അത്താഴം പങ്കിട്ടു. അത്താഴത്തിന് ശേഷം അവരുടെ പ്രിയപ്പെട്ട പാട്ട് ഗ്രാമഫോണിൽ വെച്ച് അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി. സന്തോഷത്തിൻ്റെ അത്യുന്നതിയിലായിരുന്നു അവർ. പെട്ടെന്ന് ജൊനാഥൻ വഴിയിൽ നിന്ന് കിട്ടിയ ആ റെക്കോർഡിനെ പറ്റി ഓർത്തു. ശ്രദ്ധയോടെ അയാൾ അത് ഗ്രാമഫോണിൽ വച്ചു. ഗ്രാമഫോൺ ശബ്ദിച്ചു തുടങ്ങി. മഞ്ഞുകട്ട പോലെ തണുത്തു മരവിച്ച ഒരു സംഗീതം അവരിലേക്ക് ഒഴുകിയെത്തി. ആനന്ദത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് അവർക്ക് ചുറ്റും ദുഃഖത്തിൻ്റെ കാർമേഘം വന്നുമൂടി. അവർ രണ്ടുപേരിലും സങ്കടവും നൈരാശ്യവും നിറഞ്ഞു. സന്തോഷിച്ച് മതിപറന്നിരുന്ന് അവരുടെ ഹൃദയം തകർന്നു. അവർ പരസ്പരം നോക്കി. അവരുടെ കണ്ണുകളിൽ വിഷാദം നിറഞ്ഞു. അവർ യാന്ത്രികമായി ചലിക്കാൻ തുടങ്ങി. കയറുകൾ കൊണ്ട് 2 കുരുക്കുകൾ ഉണ്ടാക്കി. ഒടുവിൽ ആ കുരുക്കിൽ അവർ ജീവനൊടുക്കി. എന്താണ് അവരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? എങ്ങനെയാണ് അവരുടെ സന്തോഷം നശിച്ചത്? എന്തായിരുന്നു ജൊനാഥൻ പ്ലേ ചെയ്ത് റെക്കോർഡിലുണ്ടായിരുന്നത്? ഇതുവരെ പറഞ്ഞത് ഒരു പാട്ടിനെ പറ്റിയാണ്, ഗ്ലൂമി സൺഡേ എന്ന പാട്ടിനെ പറ്റി. പക്ഷേ ഈ പാട്ട് അറിയപ്പെടുന്നത് ഹംഗേറിയൻ സൂയിസൈഡ് സോങ് എന്നാണ്. കേൾക്കുന്നവരെയെല്ലാം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന, മനസ്സിൽ വിഷാദം നിറയ്ക്കുന്ന ഗ്ലൂമി സൺഡേ. 1933 ഹംഗേറിയൻ പോയറ്റായ റെസോസെറസ് കമ്പോസ് ചെയ്ത പാട്ടാണ് ദ ഗ്ലൂമി സൺഡേ. ഈ പാട്ട് 1935 ഹംഗേറിയൻ ഭാഷയിലാണ് ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടത്. പിന്നീട് 1936 ഇംഗ്ലീഷ് ഭാഷയിലും ഈ പാട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മനുഷ്യരുടെ ദുരിതവും പാപങ്ങളും ആണ് ഈ പാട്ടിൻ്റെ ഇതിവൃത്തം. ഈ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ആരുമില്ലെന്നും മരണം മാത്രമാണ് ഇതിന് പരിഹാരമെന്നാണ് ഈ പാട്ടിലെ വരികൾ. കേൾക്കുന്നവർക്ക് ഒരു നെഗറ്റീവ് തോട്ട് പാസ് ചെയ്യാൻ ഈ പാട്ടിന് കഴിയുന്നു. ചുരുങ്ങിയത് 19 പേരെങ്കിലും ഈ പാട്ട് കേട്ടതിന് ശേഷം ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു. പല റേഡിയോ സ്റ്റേഷനുകളും ഈ പാട്ട് സംരക്ഷണം ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്. കോപ്പി കാറ്റ് സൂയിസൈഡ്. മറ്റൊരാളുടെ ആത്മഹത്യയെപ്പറ്റി അറിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആത്മഹത്യാ വാർത്ത പ്രചാരത്തിൽ വരുമ്പോൾ തോന്നുന്ന ഒരുതരം ആത്മഹത്യാ പ്രവണതയാണ്. ഗ്ലൂമി സൺഡേ കേട്ടതിന് ശേഷം ആളുകൾ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണവും ഇതാവാം. ആ പാട്ടിലെ വരികളിലെ പാപങ്ങളും ദുരിതങ്ങളും ആത്മഹത്യയെ പ്രകീർത്തിക്കലും ആൾക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടാകാം. ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1774 പബ്ലിഷ് ചെയ്ത യോഹാൻ വോൾഫ്ഗാങ് വോൺ ഗോത്തെ എന്ന ജർമ്മൻ എഴുത്തുകാരൻ്റെ ആത്മകഥാപരമായ നോവലാണ് ദ സോറോസ് ഓഫ് യങ് വെർത്തർ. ഈ നോവൽ ആ കാലഘട്ടത്തിൽ പലരെയും കോപ്പി കാറ്റ് സൂയിസൈഡിന് തള്ളിവിട്ടു എന്ന് പറയപ്പെടുന്നു. പല പ്രശസ്തരായ ആൾക്കാരും ആത്മഹത്യ ചെയ്തതിനു ശേഷം അവരുടെ ഫാൻസും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് നമ്മൾ ഇന്നും കേൾക്കുന്നുണ്ട്. ഈ അടുത്തിടെ നടന്ന സുശാന്ത് സിംഗിൻ്റെ മരണത്തിന് ശേഷം ഇത്തരം കോപ്പി കാറ്റ് ആത്മഹത്യാ ശ്രമം ഉണ്ടായിരുന്നു. ഒരു നിമിഷത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ നഷ്ടപ്പെടുത്തുന്നതാണ് ജീവിതം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത പ്രാവശ്യം മറ്റൊരു അർബൻ ലെജൻഡിനെ ഞങ്ങൾ പരിചയപ്പെടുത്തും. അതുവരെ സ്റ്റേ ലൈഫ്.